ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോൾട്ടൺ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ പ്രാരംഭ വാക്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മയുണ്ടാകേണ്ടതിന് ഞങ്ങളോട് അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധത്തിൽ വിവിധ സമയങ്ങളിൽ ദൈവത്തിന്റെ പ്രത്യേകമായ കരുതൽ നാം അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇത് വചനം കേൾക്കുന്ന എല്ലാവരോടും ചോദിച്ചാൽ വ്യക്തിപരമായ ജീവിതത്തിൽ വാക്കുമാറാത്ത ഒരു ദൈവത്തെ, കരുതുന്ന ഒരു ദൈവത്തെ അറിഞ്ഞവരാണ് എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ പറയുകയാണ്, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ ശിഷ്യനായി യേശുവിനോട് കൂടെ നടന്ന് യേശുവിൽ നിന്ന് പഠിച്ച് യേശുവിൽ നിന്ന് കണ്ട് യേശുവിൽ നിന്ന് അറിഞ്ഞത് ആണ് ഇവിടെ സാക്ഷീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായി കഴിയുന്നു. പൂർണ്ണമാക്കുന്ന സന്തോഷം ക്രിസ്തുവേശുവിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. നാം ചിന്തിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ നമുക്ക് സന്തോഷം അഥവാ സമാധാനം നഷ്ടപ്പെടുന്നു. നാം കോപിക്കുമ്പോൾ നമ്മുടെ ക്ഷമ നഷ്ടപ്പെടുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുമ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പറയുന്നു. നിരന്തരം സന്തോഷിക്കുവാൻ, ഇടപെടാതെ സന്തോഷിക്കുവാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കുക. പറഞ്ഞതിന്റെ ആശയം, നമ്മുടെ ആശ്രയം നാം ദൈവത്തിൽ വയ്ക്കണം. നമ്മുടെ ആശ്രയം പൂർണ്ണമായും ദൈവത്തോട് ചേർന്നിരിക്കണം. Lack of knowledge is wrong in the eyes of God. Knowing and didn't do it also wrong. അറിയാതിരിക്കുന്നത് ദൈവസന്നിധിയിൽ തെറ്റാണ്. എന്നാൽ അറിഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതും അതിലും വലിയ തെറ്റാണ്. പലപ്പോഴും മതഗ്രന്ഥങ്ങള് ഒരു കഥയായി, ഒരു തത്വശാസ്ത്രമായി, ഒരു ചിന്താശലകമായി മാറുമ്പോൾ വേദപുസ്തകം എന്ന് പറയുന്നത് ഒരു തത്വമല്ല, മറിച്ച് അത് ജീവിതത്തിന്റെ
ഒരു അനുഭവം കൂടിയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ അനുഭവിച്ചത് ഞങ്ങൾ സാക്ഷീകരിക്കുകയാണ് എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഇതാ പിതാവിനാൽ പുറത്താക്കപ്പെട്ട തന്റെ മകൻ മാതാവിനോട് ചേർന്നുകൊണ്ട് ഒരു പാത്രത്തിലെ വെള്ളവും ചില അപ്പക്കഷ്ണങ്ങളുമായി ദീർഘദൂരം യാത്ര ചെയ്യുന്നു. സന്ധ്യയാകുമ്പോഴേക്ക് അവർ മരുഭൂമിയിൽ എത്തിച്ചേരുന്നു. കൊണ്ടുപോയ വെള്ളം മുഴുവനായി തീർന്നു. ഭക്ഷിക്കുവാൻ ആഹാരമില്ലാതെ, കുടിക്കുവാൻ വെള്ളമില്ലാതെ ഇരിക്കുന്ന ആ മാതാവിനും ബാലനും, ബാലന്റെ മരണം തനിക്ക് കാണുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ അമ്പമ്പാട് ദൂരത്ത് മാറിയിരുന്ന കരയുന്ന ഒരു മാതാവ്, ദാഹിച്ചിട്ട് കരയുന്ന ഒരു ബാലൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് തന്നെ ദൈവം ബാലന്റെ കരച്ചിൽ കേട്ടുവെന്ന് വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഹാഗറിന്റെ ജീവിതത്തിൽ നോക്കിയാൽ ഹാഗറിന് ഒരു കാര്യം വ്യക്തമായി പറയുവാൻ കഴിയുന്നത് മറ്റൊന്നുമല്ല, എന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരം കണ്ടതാണ്, വിടുവിക്കുന്ന കരം കണ്ടതാണെന്ന് പറയുവാൻ ഹാഗറിന് കഴിയുന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അബ്രഹാം ഇസ്മയേലിനെ മറന്നു കളഞ്ഞുവെങ്കിലും, പുറത്താക്കിയെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇസ്മയേലിനെ വിട്ടുകളഞ്ഞില്ല. സാറയ്ക്ക് വാഗ്ദത്തം ലഭിച്ചതാണെങ്കിലും സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ കഴിയാതെ തന്റെ ഭർത്താവിനെ ദാസിയുടെ അടുക്കലേക്ക് പറഞ്ഞുവിട്ട് ഒരു കുഞ്ഞിനെ ആ തലം ആ ഭവനത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ പിന്നത്തേതിൽ സാറയുടെ പ്രത്യേകമായ ഉപദേശപ്രകാരം അബ്രഹാം ഇസ്മയേലിനെയും ഹാഗറിനെയും പുറത്താക്കുകയായിരുന്നു. അതിനു മുൻപായി പിന്നത്തേതിൽ ഹാഗർ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ദൂതൻ ഹാഗറുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഹാഗറിനോട് ചോദിക്കുന്നു, നീ എവിടേക്ക് പോകുന്നു? നീ മടങ്ങിച്ചെന്ന് നിന്റെ ദാസിക്ക് കീഴ്പ്പെട്ട് നിൽക്കുവാൻ പറയുമ്പോൾ അനുസരണത്തോടെ മടങ്ങി വരുന്ന ഒരു ഹാഗറിനെ നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ലോകത്തിന് ഒന്നും തരുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, ലോകം തരുന്നത് മുഴുവനായി നഷ്ടപ്പെടുമ്പോൾ, അവിടെയാണ് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്നത്. ഇന്നത്തെ ഈ തലമുറ ദൈവത്തിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന് ധാരാളം ഓടി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നത്, കരയുന്ന ഒരു ബാലന് വേണ്ടി മരുഭൂമിയിൽ വഴികളെ തുറക്കുന്ന ദൈവം ഇവരെ മടക്കി കൊണ്ടുവരുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഈ തലമുറയ്ക്ക് വേണ്ടി, വരുന്ന തലമുറയ്ക്ക് വേണ്ടി കരയുവാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളാകുന്ന നാം ഏറ്റെടുക്കണം. നാം കരയുമെങ്കിൽ, നാം പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ തലമുറ നഷ്ടപ്പെടുകയില്ല. മറിച്ച് അവർ ഈ ദൈവത്തെ അനുസരിക്കുന്നവരായി,
ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവരായി തീരും എന്ന് നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ കണ്ണുനീരൊക്കെയും അവൻ തുരുത്തിയിൽ കൂട്ടിവെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം ചെയ്യേണ്ട പ്രഥമമായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കുവാൻ, ദൈവവചനത്തെ അനുസരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ നമ്മെ കരുതുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി അനുകൂലമായി ഇറങ്ങി വരും. അബ്രഹാമിനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതൻ, നിന്റെ വാഗ്ദത്ത സന്തതിയെ നീ മോറിയ മലയിലേക്ക് കൊണ്ടുപോയി യാഗം കഴിക്കുവാൻ. അബ്രഹാം മകനെയും കൂട്ടിക്കൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്ത് മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ മകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? യഹോവ കരുതിക്കൊള്ളുമെന്ന് മറുപടി പറയുന്ന അബ്രഹാം ഇതാ മോറിയ മലയുടെ മുകളിൽ ചെന്ന് യാഗപീഠങ്ങൾ പണിത് എല്ലാം ക്രമീകരിച്ച് വിറകുകൾ അടുക്കിയതിനു ശേഷം തന്റെ ഏകജാതനാകുന്ന വാഗ്ദത്ത സന്തതിയെ അതിന്റെ മുകളിൽ വെച്ച് യാഗം കഴിക്കുവാനായി കത്തി ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അവസാന നിമിഷത്തിൽ കരുതുന്ന ദൈവത്തിന്റെ കരം അബ്രഹാമിന് വേണ്ടി ഇതാ നീട്ടപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അബ്രഹാം കത്തി ഉയർത്തിയപ്പോഴാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് ഞാൻ ഇങ്ങനെ പറയട്ടെ. അനുഗ്രഹം തേടി ഓടുവാൻ നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എന്നാൽ അനുഗ്രഹം തേടി നാം എന്നും പോകേണ്ട ആവശ്യമില്ല. നാം തലയൊന്ന് പൊക്കി നോക്കിയാൽ മതിയെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എപ്പോൾ ദൈവവചനത്തെ അനുസരിക്കുമ്പോൾ, ദൈവവചനത്തിന് വില കൊടുക്കുമ്പോൾ ദൈവം കരുതുന്ന ദൈവമാണ്. മരുഭൂമിയുടെ അവസ്ഥയിലും ദൈവം കരുതുന്ന ദൈവമാണ്. ഏലിയാവിത കർമ്മേലിന്റെ മുകളിൽ യാഗം കഴിക്കുവാനായി നിൽക്കുന്നു. ഒരു വശത്ത് ഏലിയാവ് തനിയെ, മറുവശത്തായി ഇതാ ബാലിന്റെ പ്രവാചകന്മാർ, അശേര പ്രവാചകന്മാർ. 850ഓളം ആളുകൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ ഒരൊറ്റയാനായി നിൽക്കുന്ന ഏലിയാവ് സ്വർഗത്തിലേക്ക് നോക്കി ക്രമീകരണം ചെയ്യപ്പെട്ട യാഗപീഠത്തിന്റെ മേൽ അറുക്കപ്പെട്ട മൃഗത്തെ വച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തെ വിളിക്കുമ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി യാഗത്തെയും യാഗപീഠത്തെയും അതിന് ചുറ്റുമുള്ള വെള്ളത്തെ പോലും വറ്റിച്ചു കളയുവാൻ ദൈവത്തിന് പ്രസാദമായി. എപ്പോൾ ദൈവത്തിനു വേണ്ടി, ദൈവവചനത്തിനു വേണ്ടി നിന്ന ഏലിയാവിന്റെ ജീവിതത്തിൽ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നമുക്കത് വിശദമായി കാണുവാനായി കഴിയുന്നുണ്ട്. ഒരിക്കൽ ഏലിയാവ് രാജാവിനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞ് ദേശത്തെ മഞ്ഞും മഴയും അടച്ച ഏലിയാവ് ഇതാ അതിനുശേഷമായി മലയുടെ മുകളിലേക്ക് കയറി തന്റെ തല കാലുകളുടെ ഇടയിലേക്ക് വച്ചിട്ട് ഒരു സ്ത്രീ പ്രസവ വേദനയോടെ കരയുന്നത് പോലെ കരയുവാനായി തുടങ്ങുകയാണ്. തന്നെ കൊല്ലുവാനിരിക്കുന്ന ആഹാബിന്റെ മുൻപിൽ പ്രത്യക്ഷനായി
ആഹാബിനോട് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക. വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് രാജാവിനെ മടക്കി വിട്ടതിനു ശേഷം മലയുടെ മുകളിലേക്ക് കയറിയ ഏലിയാവ്, മഴയെ നിർത്തിയ ഏലിയാവ്, മഴയെ മടക്കിക്കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം തനിയെ ഏറ്റെടുത്തുകൊണ്ട് പ്രൈസ് ഗോഡ്, പ്രതികൂലത്തിന്റെ നടുവിലിതാ ഒരു സ്ത്രീയുടെ പ്രസവ വേദന പോലെയുള്ള വേദനയോടെ കരയുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ഏലിയാവിനെ ഇവിടെ കാണുവാൻ കഴിയുന്നു. ഏലിയാവ് തന്റെ ദാസനോട് പറയുകയാണ്, പുറത്തു പോയി നോക്കുകയാണ്. മേഘങ്ങൾ ഉയരുന്നു എന്ന് നോക്കുവാനായി. ഒന്നാമത് പോയിട്ട് മടങ്ങി വരുന്നു, രണ്ടാമത് പോയിട്ട് മടങ്ങി വരുന്നു, ഒന്നും കാണുവാനില്ല. മൂന്നാമത് പോയി മടങ്ങി വരുന്നു, നാലാമത് പോയി മടങ്ങി വരുന്നു, അഞ്ചാമത് വീണ്ടും വിടുകയാണ്. ദാസൻ വന്നിട്ട് പറയുകയാണ്, ഒരു മേഘവും പൊങ്ങുന്നില്ല. ആറാമത് നിരാശരാകാതെ പ്രസവവേദനയ്ക്ക് തുല്യമായി കരയുന്ന ഏലിയാവിന് ഒരു കാര്യം അറിയാം, താൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവവചനപ്രകാരം നിൽക്കുന്നതിനാൽ ദേശത്തെ മഴയെ അടച്ചുവെങ്കിൽ, ആകാശത്തിന്റെ കിളിവാതിലുകളെ അടച്ചുവെങ്കിൽ, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുവാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വാസമുള്ളതിനാൽ കരയുന്ന ഏലിയാവ് ഏഴാമത്തെ പ്രാവശ്യം ദാസൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ പറയുകയാണ്, ഒരു കൈപ്പത്തി പോലെ മേഘം ഉയരുന്നത് ഞാൻ കാണുന്നു. പ്രൈസ് ഗോഡ്. വളരെ വേഗത്തിൽ ഒരോട്ടത്തിന് വേണ്ടി തയ്യാറാകുന്ന ഏലിയാവ്, മഴ തന്നെ തടുക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഒരു ഓടുന്ന ഏലിയാവിനെ അവിടെ കാണുവാനായി കഴിയുന്നു. പ്രൈസ് ഗോഡ്. രഥത്തിന്റെ മുൻപിൽ ഓടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദേശത്ത് മഴ നിർത്തുക മാത്രമല്ല, ദേശത്ത് മഴയെ മടക്കിക്കൊണ്ടുവരുവാനും ഏലിയാവ് കരയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്റെ ആശയം എന്നിങ്ങനെ ഞാൻ പറയട്ടെ, അടഞ്ഞ ചില അനുഗ്രഹങ്ങൾ, ശത്രുവായവൻ മുടിച്ചു കളഞ്ഞ, ശത്രുവായവൻ ചോദ്യം ചെയ്ത, ശത്രുവായവൻ പിടിച്ചെടുത്ത ചില അനുഗ്രഹങ്ങളെ മടക്കിയെടുക്കുവാൻ ഈ നാളുകളിൽ നാം കരയേണ്ടിയിരിക്കുന്നു, നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നിലവിളിക്കുമ്പോൾ ഉത്തരമരുളുന്ന ദൈവം, വാക്കുമാറാത്ത ദൈവം, അവൻ ഇന്നലെയും ഇന്നും അനന്യൻ തന്നെയെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തില് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന 3 യുവ സ്നേഹിതന്മാരുടെ ചരിത്രം എഴുതപ്പെട്ടിരിക്കുന്നു. രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കുവാൻ തയ്യാറാകാതെ സത്യേക ദൈവത്തെ ആരാധിക്കുന്ന ആ ദൈവഭക്തന്മാർ രാജാവിന്റെ കൽപ്പനയ്ക്ക് എതിരായി ബിംബത്തെ നമസ്കരിക്കാതിരുന്നതിനാൽ വലിയ തീയുടെ നടുവിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവിടേക്ക് കൊണ്ടുപോയ ആളുകൾ തീയുടെ ചൂട് മൂലം മരിക്കപ്പെട്ടുവെങ്കിൽ, ശക്തമായി ഉയർത്തപ്പെട്ട അഗ്നിയുടെ നടുവിൽ 3 പേരുടെ കൂടെ 4-ാമനായി നടക്കുന്ന യേശു, പ്രൈസ് ഗോഡ്, പറയുന്ന ആശയം മറ്റൊന്നുമല്ല. അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ എല്ലാ ആശ്രയങ്ങളും നഷ്ടപ്പെടുമ്പോൾ, ലോകത്തിന് രക്ഷിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, എന്നും നോക്കി ആശ്രയിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ, അവിടെയാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരം നമുക്ക് വേണ്ടി നീട്ടപ്പെടുന്നത്. പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയുവാൻ രാജാവ് കൽപ്പന കൊടുക്കുന്നു. രാജാവിന് പോലും പിന്നത്തേതിൽ രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ രാജാവിന്റെ കൽപ്പനയുടെ തീർച്ച എന്ന വണ്ണം ഇതാ പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് സിംഹത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിയുകയാണ്.
വിശന്നിരിക്കുന്ന മനുഷ്യനെയോ ആരെ കണ്ടാലും കടിച്ചു കീറി അടുത്ത നിമിഷം തീർക്കുന്ന സിംഹങ്ങളുടെ ഒരു വലിയ നിര. താഴേക്ക് വരുന്ന ദാനിയേലിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ദൈവദാസൻ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദാനിയേലിന്റെ വലിച്ചെറിയുവാനായി വാതിൽ തുറക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചില ദൂതന്മാരെ അവിടേക്ക് അയച്ചു. ദൂതന്മാർ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു വന്ന് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. സിംഹങ്ങളെ, ഒരു കാര്യം ചെയ്, നിങ്ങളൊരു ബലിഷ്ഠനായ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അവന്റെ ശരീരത്ത് അധികം മാംസമൊന്നുമില്ല, ഉപവസിച്ചിരിക്കുന്ന മനുഷ്യനാണ്. അവൻ വരുമ്പോൾ നിങ്ങൾ മാറിയിരുന്നോണം, അവനെ തൊടരുത്. എന്നാൽ അതിന് ശേഷമായി പിന്നെ ബലമുള്ള മാംസം ധാരാളം ആളുകൾ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞുവെന്ന് ഭാവേന പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും വചനം പറയുന്നു, ആ സിംഹങ്ങളൊന്നും ഒരു രാത്രി മുഴുവൻ അവരോടുകൂടെ കിടന്ന ദാനിയേലിനെ ഒന്ന് സ്പർശിക്കുവാൻ പോലും തയ്യാറാകാതെ വായുകളെ അടച്ച് മാറി നിന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. നമ്മെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ഈ ദേശാന്തര ശക്തികളുടെ നടുവിൽ ദേശത്തിന്റെ പ്രഭു നമുക്കെതിരായി ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ നടുവിലാ നാലാം യാമത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ജനം മരുഭൂമിയിലെ ദീർഘയാത്രയ്ക്ക് ശേഷം മോശ മരിക്കുന്നു, യോശുവ നേതൃത്വം ഏറ്റെടുക്കുന്നു. യോശുവയുടെ നേതൃത്വത്തിൽ ഇതാ വാഗ്ദത്ത നാട്ടിലേക്ക് കടക്കുന്ന ഇസ്രായേൽ മക്കൾ വളരെ പ്രതീക്ഷയോടെ അക്കരെ കയറുമ്പോൾ ഇതാ വളരെ ശക്തിയായി ബലവത്തായി കെട്ടിയിരിക്കുന്ന യെരിഹോ മതിൽ അവരുടെ മുൻപിൽ നിൽക്കുകയാണ്. പ്രതികൂലങ്ങൾ പലത് കഴിഞ്ഞു. വാഗ്ദത്ത ദേശത്ത് കാൽ ചുവട്ടി വാഗ്ദത്ത ദേശം അവകാശമായി എടുക്കുമ്പോൾ ആ നന്മയെ തരില്ലെന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന യെരിഹോവിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്നുവെങ്കിൽ യോശുവ ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ നമുക്ക് തയ്യാറാകാം. ദൈവം പറഞ്ഞതുപോലെ യോശുവ ചോദ്യം ചെയ്യാതെ ചുറ്റും നിശബ്ദനായി നടക്കുവാൻ തുടങ്ങി. ഒരു ദിവസം ഒരു പ്രാവശ്യം, 2 ദിവസം ഒരു പ്രാവശ്യം, അങ്ങനെ 6-ാം ദിവസം കഴിഞ്ഞു. ജനങ്ങളൊക്കെ ചോദിച്ചു, എന്താ തലയ്ക്ക് സുഖമില്ലേ? ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ചോദ്യം ചെയ്യാതെ വിശ്വസിച്ച് അനുസരിച്ച് മുന്നേറുന്ന യോശുവ 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റിയതിനു ശേഷം കാഹളങ്ങൾ ഊതുമ്പോൾ മാനുഷികമായി അവർക്ക് തകർക്കുവാൻ കഴിയാത്തത്, അവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാത്ത യെരിഹോ മതിലിതാ അതിന്റെ സ്ഥാനം പോലും പിന്നത്തേതിൽ എവിടെ നിന്നറിയുവാൻ കഴിയാതെ വണ്ണം അതിന്റെ അടിസ്ഥാനങ്ങൾ പോലും തകർക്കപ്പെട്ടുവെന്ന് വചനം വെളിപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന, നമ്മെ മുൻപോട്ട് വിടുകയില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികൾ എതിരായി ഉയർന്നു വരുമ്പോൾ ദൈവവചനം അനുസരിക്കുവാൻ, ദൈവവചനത്തിന് വില കൊടുക്കുവാൻ, ദൈവവചനപ്രകാരം മുന്നേറുവാൻ കഴിയുമെങ്കിൽ അതിൻ്റെ നടുവിൽ വിടുവിക്കുന്ന ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി നീട്ടപ്പെടും. യോർദാൻ എതിരായി നിൽക്കുമ്പോൾ അതിനെതിരായി വഴി തുറന്ന, കടലിനടിയിൽ വഴി തുറന്ന ദൈവം പത്രോസിത രാജാവ് പിടിച്ച് കാരാഗ്രഹത്തിലാക്കി ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഗേറ്റ് 1, 2, 3 അടയ്ക്കപ്പെട്ട്
കാവൽ നിൽക്കുന്നതിന്റെ നടുവിൽ അപ്പുറത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ജനത്തിന്റെ പ്രാർത്ഥനയുടെ നടുവിൽ ദൂതൻ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങുകയാണ്. കാരാഗ്രഹത്തിൽ വിശ്രമിക്കുന്ന ഉറങ്ങുന്ന പത്രോസിനെ വിളിച്ചുണർത്തി ചങ്ങലകൾ മാറ്റിയിട്ട് ഓരോ വാതിലുകൾ തുറന്ന് പുറത്തു വരുമ്പോൾ മടങ്ങി പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് പത്രോസിനെ കൊണ്ട് നിർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വ്യത്യസ്ത വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന, വിവിധ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന, ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന, ഭൗതികമായി ഭാരപ്പെടുന്ന, പ്രൈസ് ഗോഡ്, ജോലിയിൽ ഭാരങ്ങൾ നേരിടുന്ന, തലമുറയിൽ ഭാരങ്ങൾ നേരിടുന്ന, തലമുറയെ മടക്കി കിട്ടുമോ എന്ന് പോലും സംശയിക്കുന്ന ജീവിതത്തിന്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ഇന്ന് നാം ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ വചനം എടുത്താട്ട് വചനം ധ്യാനിക്കുവാൻ തുടങ്ങുക, വചനം വായിക്കുവാൻ തുടങ്ങുക. വചനത്തിലൂടെ ഇന്ന് പകൽക്കാലവും ഈ വചനത്തിലൂടെ ദൈവം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ജോലിയിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ സാമ്പത്തികത്തിൽ, ഏതവസ്ഥയിലും ഇന്ന് പകൽക്കാലം സഹായിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. ഞങ്ങൾ കണ്ടതും കേട്ടതും നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ തന്നെ ദൈവകൃപയിൽ നിൽക്കുവാൻ, ദൈവകൃപയിൽ മുന്നേറുവാൻ ദൈവവചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഹാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി